ഏറ്റവും കരുത്തുറ്റ വനിത സുനിത വില്യംസ് കോഴിക്കോട് എത്തിയിരിക്കുകയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ സാഹിത്യോത്സവമായ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിന്റെ ഭാഗമാകാനാണ് സുനിത വില്യംസ് കോഴിക്കോട് എത്തിയിരിക്കുന്നത്. 9 മാസം നീണ്ട ബഹിരാകാശ വാസത്തിന് ശേഷമുള്ള ആദ്യ ഇന്ത്യ സന്ദർശനമാണിത്. ബഹിരാകാശ രംഗത്ത് അമേരിക്കയുടെ മുന്നേറ്റത്തിനൊപ്പം ഇന്ത്യയുടെ പേരും അഭിമാനത്തോടെ എഴുതി ചേർത്ത സുനിത വില്യംസ് 2025 ഡിസംബർ 31 ഔദ്യോഗികമായി വിരമിച്ചതായി നാസ സ്ഥിരീകരിച്ചിരുന്നു. ബഹിരാകാശത്ത് 608 ദിവസങ്ങൾ, 9 തവണയായി 62 മണിക്കൂർ നീണ്ട സ്പേസ് വാക്കുകൾ, മരണത്തെ പോലും തോൽപ്പിച്ച 9.5 മാസത്തെ അതിജീവനം, ഒടുവിൽ 3 പതിറ്റാണ്ട് നീണ്ട ഐതിഹാസിക സേവനത്തിന് ശേഷമുള്ള പടിയിറക്കം. 27 വർഷക്കാലം നാസയുടെ ഏറ്റവും കരുത്തുറ്റ സാന്നിധ്യങ്ങളിൽ ഒരാളായിരുന്നു അവർ. 60-ാം വയസ്സിൽ തന്റെ വിരമിക്കലിൽ കൈവശം വയ്ക്കുന്നത് തങ്കലിപികളാൽ എഴുതപ്പെട്ട റെക്കോർഡുകളാണ്. 3 തവണയാണ് സുനിത വില്യംസ് ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്തത്. 2006 ആദ്യ ബഹിരാകാശ ദൗത്യം. ആദ്യ യാത്രയിൽ തന്നെ 29 മണിക്കൂറിലധികം നീണ്ട 4 ബഹിരാകാശ നടത്തങ്ങൾ, അസാധ്യങ്ങൾ സാധ്യമാക്കി സുനിത വില്യംസ് ലോകത്തെ ഞെട്ടിച്ചു. 2012 ആ കുതിപ്പ് തുടർന്നു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ കമാൻഡറായി നിയമിതയായ അപൂർവ വനിതകളിൽ ഒരാളായി അവർ ചരിത്രം കുറിച്ചു. ആകെ 9 തവണയായി 62 മണിക്കൂർ നീണ്ട സ്പേസ് വാക്കുകൾ, ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിതകളിൽ ഒരാൾ എന്ന റെക്കോർഡും ഇന്നും സുനിത വില്യംസിന് സ്വന്തം. എന്നാൽ ലോകത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയത് അവരുടെ 2024 അവസാന ദൗത്യമായിരുന്നു. പേടകത്തിന്റെ സാങ്കേതിക തകരാറു മൂലം 8 ദിവസം മാത്രം നീളേണ്ട യാത്ര ഒടുവിൽ അവസാനിച്ചത് 9.5 മാസങ്ങൾക്ക് ശേഷമാണ്. 2025 മാർച്ചിൽ സ്പേസ് എക്സ് പേടകത്തിലൂടെ സുനിത വില്യംസ് സുരക്ഷിതയായി ഭൂമിയിൽ തിരിച്ചെത്തി. മരണത്തെ നേരിട്ട് കണ്ടിട്ടും ധൈര്യം കൈവിടാതെ ചരിത്രത്തിലേക്ക് തിരിച്ചു വരികയായിരുന്നു അവർ. വെറുമൊരു യാത്രക്കാരി എന്നതിനുമപ്പുറം മികച്ചൊരു എഞ്ചിനീയർ കൂടിയാണ് സുനിത വില്യംസ്. ബഹിരാകാശ നിലയത്തിലെ സോളാർ പാനലുകളുടെ അറ്റകുറ്റപ്പണികൾ അടക്കമുള്ള നിർണായക ജോലികൾ അവർ വിജയകരമായി പൂർത്തിയാക്കി. ഗുജറാത്തിലെ മെഹ്സാനയിൽ വേരുകളുള്ള ഡോക്ടർ ദീപക് പാണ്ഡെയുടെ മകൾ സുനിത വില്യംസ് ഇന്ത്യക്കും ലോകത്തിനും എന്നും അഭിമാനമാണ്. ബഹിരാകാശം എൻ്റെ പ്രിയപ്പെട്ട ഇടമാണ്. വിരമിക്കൽ വേളയിൽ സുനിത വില്യംസ് പറഞ്ഞ വാക്കുകളാണിത്. മനുഷ്യന്റെ ബഹിരാകാശ യാത്രയിൽ പുതിയ പാതകൾ വെട്ടിത്തുറന്ന പ്രതിഭയെന്നാണ് നാസ അവരെ വിശേഷിപ്പിച്ചത്. സുനിത വില്യംസ് വിരമിച്ചേക്കാം, പക്ഷേ അവരുടെ അനുഭവങ്ങളും സാങ്കേതികതയും വരാനിരിക്കുന്ന ദൗത്യങ്ങൾക്ക് എന്നും വഴികാട്ടിയാകും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യൂ.